CMR വില്ല പ്രോജക്റ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ CMR പ്രോജക്റ്റ് എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും, എന്താണ് ഈ CMR വില്ലാസിന്റെ പ്രത്യേകത, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അതായത് ഞാൻ പുറത്തായിരുന്ന കാലത്ത് എനിക്കൊരു ഫസ്റ്റ് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്നേരമുള്ള ആ സ്ട്രഗിളിങ് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 95 lakhs വീടാണ്. പുള്ളിക്ക് നവംബർ 30 ഈ വീട് പൂർത്തിയാക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് പണിക്കാര് ഫുഡ് കഴിച്ചിട്ട് കയറാൻ പോകുന്നതിന് മുമ്പ് ഈ വീടിന് കംപ്ലീറ്റ് ലൈവ് ഫോട്ടോയും വീഡിയോയും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ഇവിടെ വരുന്നതിന്റെ മെയിൻ ലേഔട്ട് ഇതാണ് വരുന്നത്. ഈ ലിസ്റ്റിനകത്ത് ഞങ്ങൾ ഇപ്പം കൊടുത്തിരിക്കുന്നത് 40+ കോമൺ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് 4 ബെഡ്റൂം 4 ബാത്റൂമാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം 2 ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാണുള്ളത്. ഇത് TV വെക്കാനുള്ള യൂണിറ്റ് ആണ്. ഇതാണ് വാഷ് ഏരിയയുടെ സ്പേസ് വരുന്നിരിക്കുന്നത്. അവിടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. 100% ഏറ്റവും നല്ലത് കിച്ചൺ കൊടുക്കുന്നത് ഈസ്റ്റിലേക്കാണ്. CMR 85 lakhs അല്ല 87 lakhs 7.5 സെന്റും 2000 സ്ക്വയർ ഫീറ്റ് വീടും കൂടെ നമ്മൾ ചെയ്തു തരുമ്പോൾ ഇതേപോലെ ഇന്റീരിയർ, ഇതേപോലെ ഫുള്ളി ഫർണിഷ്ഡ് മോഡുലാർ കിച്ചണ്, കുക്കിംഗ് റേഞ്ച്, ഇലക്ട്രിക് ചിമ്മിനി, ഇതെല്ലാം നമ്മൾ ചെയ്തു തരിക എന്ന് പറയുന്നത് ഒരു നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ആണ് ചെയ്തു കൊടുക്കുന്നത്. മൈൽസ്റ്റോൺ ഹോംസിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അങ്കമാലിക്ക് തൊട്ടടുത്ത് എളവൂർ ജംഗ്ഷനിൽ ഇപ്പോൾ അപ്കമിംഗ് ആയിട്ട് ഒരു നല്ലൊരു പ്രൊജക്ട് വരുന്നുണ്ട്. യെസ്, CMR വില്ല പ്രോജക്റ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ CMR പ്രോജക്റ്റ് എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും, എന്താണ് ഈ CMR വില്ലാസിന്റെ പ്രത്യേകത, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ അതിനായി നമ്മളുടെ കൂടെ ഇന്നിപ്പോ ജോയിൻ ചെയ്യാണ് CMR വില്ലാസ് പ്രോജക്റ്റിന്റെ ഫൗണ്ടർ MD മിസ്റ്റർ റെസ്റ്റിൻ ജോസഫ്. ഹലോ സർ. നമസ്കാരം. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് CMR വില്ലാസ് പ്രോജക്റ്റിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. ശ്രീ റെസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു എന്താ പറയുക ഫീൽഡിലേക്ക് വന്നിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി, എത്ര അവാർഡ്സുകൾ ഏറ്റുവാങ്ങിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പോ CMR ഗ്രൂപ്പില് ഓൾറെഡി 600+ വില്ലാസ് കംപ്ലീറ്റഡ് ആണ് അല്ലേ? അപ്പോ ഒന്ന് സാർ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ അങ്കമാലിക്ക് തൊട്ടടുത്ത എളവൂർ ജംഗ്ഷനിൽ എനിക്കൊരു വീട് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ CMR വില്ല പ്രൊജക്റ്റിലേക്ക് ഞാൻ എത്തണം, എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഒന്ന്, എന്നെ പറ്റി പറയാൻ, കഴിഞ്ഞ 14 വർഷമായിട്ട് വില്ല പ്രൊജക്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ 14 വർഷം കൊണ്ട് 600-ലധികം വില്ലകളോളം ഞാൻ പൂർത്തിയാക്കി. ഇപ്പം നിലവില് കേരളത്തിലെ കണ്ണൂര്, കോഴിക്കോട്, എറണാകുളം, കോട്ടയം എന്നീ 4 ജില്ലകളിലായിട്ട് 14-ലധികം പ്രൊജക്ടുകളിലായിട്ട് 480-ലധികം വില്ലയുടെ നിർമ്മാണം നടക്കുന്നു. ഇപ്പോ കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലോ? ഓൾറെഡി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് 600 എണ്ണം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ബാക്കി 480 ഇപ്പൊ ലൈവിൽ നടക്കുകയാണ്. 2027 ഡിസംബറിനുള്ളിൽ തീരുന്ന രീതിയിൽ കൂടെ വർക്ക്. CMRന്റെ ലക്ഷ്യം എന്നത് 2030 1000+ ആണ്. പക്ഷെ അത് 2027 1000+ ആകും. അപ്പൊ CMRന്റെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കട്ടെ, CMRന് ഇപ്പൊ നമുക്കറിയാം നമ്മള് ഒരുപാട് പ്രൊജക്ടുകളായിട്ട് ഒരുപാട് ബിൽഡേഴ്സ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ? അതില് നമുക്ക് എന്താ പറയാ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്, നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കുറെ നാളൊരു പേര് കേൾക്കും, നമുക്ക് തോന്നിയത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, നമുക്ക് അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തൊരു വീട് വാങ്ങാം. ആ ഒരു റിലയബിലിറ്റി ആണല്ലോ എപ്പോഴും നമ്മൾ ആദ്യം നേടിയെടുക്കാൻ നോക്കുന്നത്. കാരണം ഒരു പുതിയ ഒരു കമ്പനി എന്ന് പറയുമ്പോഴും ഈ ഒരു ഫീൽഡിൽ കുറെ നാളുകളായിട്ടുള്ള ആൾക്കാരാന്ന് പറയുമ്പോഴും അവരുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് ആണെങ്കിൽ 100% എല്ലാം നല്ലതായിരിക്കും. ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതല്ലേ ശരിക്കും ഫസ്റ്റ് വേണ്ടത് ക്ലയന്റിന്റെ, അല്ലേ? അതായത് ഞാൻ പുറത്തായിരുന്ന കാലത്ത് എനിക്കൊരു ഫസ്റ്റ് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്നേരമുള്ള ആ സ്ട്രഗിളിങ് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുന്നത്. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ഇതിനകത്ത് നിന്ന് ചെയ്ത് തീർക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് ലാൻഡ് വാങ്ങിച്ചിട്ട് 15 ദിവസമേ ഉള്ളൂ. ആ 15 ദിവസം കൊണ്ട് 7 ഏക്കർ സ്ഥലത്ത് 75-ലധികം വില്ല ചെയ്യാനുള്ള ഡെവലപ്മെന്റ് കംപ്ലീറ്റ് തീർത്തു. അതിന്റെ ബാക്കിയുള്ള ഫൈനൽ റോഡ് വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പം അങ്കമാലി മൂക്കന്നൂരിനടുത്ത് ഇവിടുത്തെ ഒരു സെക്കൻഡ് പ്രൊജക്റ്റ് ആയിട്ട് ഞങ്ങൾ മൂക്കന്നൂര് 5.5 ഏക്കറിൽ 55 വില്ലയുടെ ഒരു
പ്രൊജക്റ്റ് ഉടൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ തന്നെ ഇത് CMR ഐന ഹാർമോണി എന്ന 32 ഇത് എത്ര ഏക്കറിലപ്പോ? ഇത് വരുന്നത് ഐന ഹാർമോണി എന്ന 2.75 ഏക്കറിൽ 32 പ്രീമിയം വില്ലകളും 35ലധികം കോമൺ സൗകര്യങ്ങളോട് കൂടിയ ഒരു പ്രൊജക്റ്റ് ആണ്. എന്നാൽ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. phase 2 ആയിട്ട് 2 ഏക്കറിൽ 22 പ്രീമിയം വില്ലയുടെ പ്രൊജക്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കത് മൂവ് ചെയ്യാം അല്ലെ? ഇവിടെ ഓൾറെഡി CMRന്റെ പ്രൊജക്ടുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പണികളൊക്കെ നമുക്ക് കാണാം. ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള 2-3 വില്ലാസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി സർ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് CMRൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത്, ഫസ്റ്റ് നമുക്കൊരു ഇംപ്രഷൻ വരണ്ടേ, അത് CMRന്റെ നമുക്ക് ആ ഒരു എന്തിലാ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്? ഒന്ന്, ഗൾഫുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഒരു വില്ല ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ 1 lakh അഡ്വാൻസ് വന്നിട്ട് നിങ്ങൾക്ക് വില്ല ബുക്ക് ചെയ്യാം. ഒന്ന്. പിന്നെ നമ്മൾ ഇതിനകത്ത് വരുന്നത്, നിങ്ങളിപ്പോ 1 lakh അഡ്വാൻസ് വന്നു, ഇനി ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണിലേക്ക് വേണ്ടി പോകാം. നിങ്ങൾക്ക് ഏത് ബാങ്കാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്യും. ലോണിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ഒരു 90% ലോൺ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം തരാനായിട്ട് 1 lakh അഡ്വാൻസ് തരാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മിനിമം ഞങ്ങളുടെ 5 lakhs ആണ് വേണ്ടത്. 1 തന്നാൽ മതി. ഇനി ബാക്കി നിങ്ങൾക്കൊരു കുറച്ച് സമയം വേണമെങ്കിൽ ഞങ്ങൾ അത് അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അവർ നമ്മുടെ ഫാമിലി പാർട്ടാണല്ലോ, അപ്പൊ അവരുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ ബാങ്കിങ്ങിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളും ഹെൽപ്പ് ചെയ്ത് തരുന്നത് കൊണ്ട് ക്ലയൻസിന് അതൊരു വലിയൊരു ആ ഒരു തലവേദന മാറിക്കിട്ടും. ഇനിയിപ്പോ സാറ് പറഞ്ഞു, ഇപ്പൊ പുറത്തുള്ള ആൾക്കാർ, ഇനിയിപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടില് പുറത്തുള്ളവരൊക്കെ ഒരുപാട് ഫ്ലാറ്റ്സുകളും വില്ലകളൊക്കെ വാങ്ങിയിടുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ളത്, അവര് നാട്ടിൽ എപ്പോഴും വർഷത്തിൽ അറിയാലോ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഈ പണിയൊക്കെ നമ്മൾ എന്താ പറയാ, എപ്പോഴും എല്ലാവരും പറയും, നമ്മുടെ ഇഷ്ടപ്പെട്ട് നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിന്റെ മേൽനോട്ടത്തിനായിട്ട് നമ്മൾ നേരിട്ട് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു തൃപ്തിയും നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്പീഡായിട്ട് പോവുക എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള വില്ല പ്രൊജക്ടുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാ സാർ, അവരിപ്പോ പുറത്താണ് ഇരിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫോട്ടോസ് എങ്ങനെ അവരെ ഷെയർ ചെയ്യുമോ, എങ്ങനെയാ ആ കാര്യങ്ങളൊക്കെ? ഒന്ന്, ഇതിപ്പോ നമുക്ക് നമ്മുടെ ഒരു പുതിയൊരു വീട് അതിന്റെ വർക്ക് നടക്കുകയാണ്, നമുക്കതൊന്ന് കാണാം. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന വീട് എന്ന് പറയുന്നത്, ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 95 lakhs വീടാണ്. ഈ വീടിന്റെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് US ഒരു പയ്യനാണ്, ഷിപ്പിലാണ്. അപ്പം പുള്ളി ജസ്റ്റ് സൈറ്റ് കണ്ടിട്ടില്ല, ഈ സൈറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ കോൺഫറൻസിൽ കൂടിയാണ് സൈറ്റ് കണ്ടത്, സെലക്ട് ചെയ്തത്. പക്ഷെ പുള്ളിയുടെ ആവശ്യം, പുള്ളിക്ക് November 30 ഈ വീട് പൂർത്തിയാക്കി കൊടുക്കണം. പുള്ളി കാണാൻ വരികയില്ല, വീട്ടിൽ നിന്ന് ആരും വരികയില്ല, വീട്ടുകാർക്കൊരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ഞങ്ങളിപ്പം അവർ വന്നാലും വന്നിട്ടില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. കൃത്യം പ്രൊഫഷണൽ ആയിട്ടാണ് ഇതിന് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ വർക്കിന്റെ പ്രോഗ്രസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് പണിക്കാര് ഫുഡ് കഴിച്ചിട്ട് കയറാൻ പോകുന്നതിന് മുമ്പ് ഈ വീടിന് കംപ്ലീറ്റ് ലൈവ് ഫോട്ടോയും വീഡിയോയും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ഡെയിലി ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് അയച്ചു കൊടുക്കും. വൈകിട്ട് ഇവർ പണി തീർന്ന് കയറി പോകുന്നതിന് മുമ്പ് വീണ്ടും സെക്കൻഡ് ട്രിപ്പ് അയക്കും. ഇത് രാവിലെ ക്യൂർ ചെയ്യുന്ന സമയത്തും വൈകിട്ട് നനയ്ക്കിച്ചതിന് ശേഷവും അതിന്റെ ലൈവ് വീഡിയോയും അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ അവർക്ക് അവരുടെ താല്പര്യമുള്ള എഞ്ചിനീയറിനെയോ ടീം ലീഡറിനെയോ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് ഞങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളോ മാറ്റങ്ങളോ വരുത്താനുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അത് എഗെയിൻ ഒരു നല്ലൊരു സർവീസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അവർക്ക് ഡെയിലി അവർക്ക് ഇവിടെ വരിക പോലും വേണ്ട, നിങ്ങളുടെ ഇവിടുന്ന് ഡെയിലി വീഡിയോ തന്നെ അയക്കാന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ എഞ്ചിനീയറിംഗ് നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ സാർ പറഞ്ഞ അക്കാര്യം. പക്ഷെ ഇപ്പൊ നമ്മള് വീടിന്റെ പലരും പറയാറുണ്ട്, ഇപ്പം ഇതുപോലത്തെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആകുമ്പോൾ ചിലർക്കൊക്കെ ഒരേപോലെ തന്നെ വീട് ഇരിക്കണ്ട, കുറച്ച് മാറ്റങ്ങൾ വേണം, എക്സ്റ്റീരിയറിൽ കുറച്ച് ചേഞ്ചസ് ഇപ്പൊ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലും നിങ്ങൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഒരാൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടവും കൂടെ മാനിച്ചു തന്നെയായിരിക്കുമോ? ഞങ്ങളുടെ ഒരു ബിസിനസിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, മറ്റ് ബിൽഡർമാർ ചെയ്യാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ 32 വില്ലയ്ക്കകത്ത് ആ 32 വില്ലയും 32 കസ്റ്റമർ എടുക്കുന്നത് ഇന്റീരിയറും എക്സ്റ്റീരിയറും അവർക്ക് ഏതാണോ താല്പര്യം, എലിവേഷൻ ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ആ സെലക്ട് ചെയ്യാനുള്ള രീതികളിൽ കൂടെ ചെയ്തു പോകാനുള്ള ഓപ്ഷൻ ഞങ്ങളുടെ അടുത്ത് 100% മാറ്റി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി 6ാമത്തെ മാസമാണ് ഇപ്പം. ഈ 6 മാസത്തിനുള്ളിൽ 32 വീടിനകത്ത് ഏതാണ്ട്
5 വീടോളം നമ്മൾ വിറ്റ് കഴിഞ്ഞു. കഴിഞ്ഞു. വാവ്. അപ്പൊ ആ 25 ഡിഫറെന്റ് ഔട്ട്ലുക്ക് തന്നെയായിരിക്കും. ഈ 25 വീടും 25 ടൈപ്പാണ് Type ഒരെണ്ണം. തന്നെയാണ്. കാരണം ഞങ്ങൾ തന്നെയാണ് കസ്റ്റമർ പറയുന്നത് പക്ഷെ വില്ല പ്രൊജക്റ്റിനകത്ത് യൂണിഫോമിറ്റി ആണ് അവര് ചെയ്യുന്നത്. കമ്പനി പക്ഷെ അങ്ങനെ അത് തന്നെ ഇൻസിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ അച്ചിനകത്ത് സോപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതെ. എന്നാൽ അത് ഡിഫറെന്റ് ടൈപ്പിൽ കൂടെ സോപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ്. എന്ന് പറ അത് ആർക്കിടെക്റ്റിനും ബുദ്ധിമുട്ടാണ്, എഞ്ചിനീയറിനും ബുദ്ധിമുട്ടാണ്, ഓണർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു എൻജോയ്മെന്റ്, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ CMR ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം ഇവര് പ്രൊഡക്റ്റിലെല്ലാം കൊടുക്കുന്ന ഒരു ക്വാളിറ്റി, അതേപോലെ തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും അതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലും എന്റെ വീടും അവരുടെ വീടും എല്ലാം ഒരുപോലെ ഇരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും കൂടുതലായിട്ടുണ്ട്. അപ്പം മിക്കവരും ചിലരൊക്കെ പ്രൊജക്റ്റുകാര് എക്സ്റ്റീരിയർ ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും, എന്നിട്ട് ഇന്റീരിയറിൽ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ടാണ് ചില പ്രോജക്റ്റ് ആൾക്കാരൊക്കെ സമ്മതിക്കുന്നുണ്ടാവുക. ഇവിടെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കസ്റ്റമറിന്റെ ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പം അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കുകയാണോ, അതോ അത് ക്ലയന്റിന് ഇഷ്ടമുള്ള ഒരു പ്ലാൻ, ഇപ്പൊ ഇത്ര സെന്റ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലയന്റിന്റെ ഇഷ്ടത്തിനുള്ള ഒരു പ്ലാനിങ് തന്നെ തരാൻ പറ്റുമോ? ഞങ്ങൾ ഓൾറെഡി ഇതിന് ലേഔട്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫ്ലോട്ട് നമ്പർ 20, ആ 20ന്റെ ലേഔട്ടിനകത്ത് പറയും അവർക്ക് ഇത്ര സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ അവർ പറയാണ് അവർക്ക് വേണ്ടത് ഒരു 1700, 2000, 2500 എത്രയാണോ അവരുടെ റിക്വയർമെന്റ്. ആദ്യമേ അവരെ പറ്റി ഞങ്ങളും അവരും തമ്മിലുള്ള ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്നും അതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ഒരു ധാരണ വരുത്തിയിട്ട് ഞങ്ങളും അവരും തമ്മിൽ സംസാരിച്ച ശേഷം ചിലപ്പോൾ അവർക്ക് 2 കുട്ടിയേ ഉണ്ടാവുള്ളൂ, അവർ പറയും ഒരു 5 ബെഡ്റൂം വേണമെന്ന് പറയും. അപ്പൊ ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും നമുക്ക് ആവശ്യമുള്ള ഇതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയ വീടിലല്ല കാര്യം, വലിയ വീട് ക്ലീൻ എന്ന് വെച്ചാൽ എന്റെ വീട് എന്ന് പറയുന്നത് 12,000 സ്ക്വയർ ഫീറ്റ് ആണ്. പക്ഷെ അത്രയും അന്നത്തെ കാലത്ത് അത്രയും വലിയൊരു വീടിന്റെ ആവശ്യം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു 1500-നും 2200 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കുള്ളത്. കാരണം ഇതെന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒത്തിരി വലിയ വീട് മേടിച്ചിട്ട് ബിൽഡറിന് ഒത്തിരി പൈസ തന്നത് കൊണ്ട് നടക്കുന്നില്ല. അവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ ഞങ്ങളുടെ തന്നെ ടീം ആർക്കിടെക്റ്റിനെ കൊണ്ട് വരപ്പിച്ചു. അതായത് ഇന്ന് സ്പോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഞങ്ങളും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ 48 അവേഴ്സിനുള്ളിൽ അവരുടെ പ്ലാൻ ഞങ്ങൾ തീർത്തിരിക്കും. അങ്ങനെ ചെയ്തു എങ്കിൽ മാത്രം, അതായത് 48 അവേഴ്സിനുള്ളിൽ അവരുടെ പ്ലാൻ ക്ലിയർ ചെയ്യും. പിന്നെ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ്തുവിന്റെ കൺസൾട്ടന്റിന് വിടും. വാസ്തുവിന്റെ കൺസൾട്ടന്റിന് അത് മാക്സിമം 6 അവറിനുള്ളിൽ വാസ്തുവിന്റെ കൺസൾട്ടന്റിന് ക്ലിയർ ആകും. അതിനുശേഷം അവരോട് നെക്സ്റ്റ് ചോദ്യം, എന്ന് പണി തുടങ്ങാൻ നിങ്ങൾ വില്ലിങ് ആകും, നിങ്ങൾക്ക് എന്ന് പണി പൂർത്തിയാക്കി താക്കോലും. ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 6 മാസം മുതൽ 8 മാസം കൊണ്ട് പൂർത്തിയാക്കിയിട്ട് താക്കോൽ കൊടുക്കും. സപ്പോസ് ഞങ്ങൾ പറയുന്ന കാലാവധിക്കുള്ളിൽ ഈ പണി ഞങ്ങൾ പൂർത്തിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എത്രക്കാണോ വീട് വാങ്ങിക്കുന്നത് അതിന്റെ ടോട്ടൽ കോസ്റ്റിന് 20% കുറച്ച് തന്നാൽ മതി. അങ്ങനെ ഗ്യാരണ്ടി പറയുന്ന ഒരു ബിൽഡർ ഈ കേരളത്തിൽ കാണില്ല, വേറെ എവിടെയും കേട്ടിട്ടില്ല. അത്രയ്ക്കും ഒരു ഗ്യാരണ്ടി നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രൊജക്ടിന്റെ കോമൺ ഫെസിലിറ്റികളെല്ലാം ഇവിടെ ശരിയാക്കി. അതായത് ഇവിടുത്തെ റോഡ്, സെക്യൂരിറ്റി, വാട്ടർ, അതായത് 2000 സ്ക്വയർ ഫീറ്റ് ക്ലബ് ഹൗസ്, പൂള്, ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് 2027 ജൂൺ 30 ഈ ടൈമിന് തീർത്തിട്ടില്ല എങ്കിൽ, ശരിയല്ലേ, ഇല്ല എങ്കിൽ ഈ വീട് മേടിച്ച് എത്ര പേര് മേടിച്ചോ അവരെല്ലാം എഗ്രിമെന്റിനകത്തുണ്ട്. ഈ ടൈം ലിമിറ്റിൽ ഞങ്ങൾ തീർത്തന്നില്ലെങ്കിൽ പ്രൊജക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന വില്ലയുടെ 20% എനിക്ക് കുറച്ച് തന്നാൽ മതി. അത് വിത്ത് എഗ്രിമെന്റോട് കൂടിയിട്ടാണ് ചെയ്തു തരുന്നത്. കാരണം അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നുള്ള ഗുണം, ഒന്ന് കസ്റ്റമറിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്നൊരു ഷുവർട്ടി കിട്ടും. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ ഈ പണി ആ സമയം കൊണ്ട് തീർത്തു കൊടുക്കാനുള്ള ഒരു കുറച്ചും കൂടെ എന്താവും, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും. അതെ, അതേപോലെ തന്നെ ഇനി ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇപ്പം ഒരുപാട് എഗൈൻ ബ്രാൻഡ്സ് ഉണ്ടല്ലോ പല കാര്യങ്ങളിലും. അപ്പൊ അതും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ടൈപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡഡ് മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നുണ്ടോ, അതോ അതും ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ബ്രാൻഡും നിങ്ങൾ ഫിക്സ് ചെയ്യുമോ, എങ്ങനെയാ? ഈവൻ ടൈൽ ഉൾപ്പെടെ അതായത് ടൈലിന് നിശ്ചിതമായി ഞങ്ങളുടെ ഇതിനകത്ത് എന്തൊക്കെയാണ് മെറ്റീരിയൽ, അതായത് വീടിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നത് കരിങ്കല്ലാണെന്നും അതിന്റെ തറ കെട്ടുന്നത് കരിങ്കൽ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടെല്ലാം ഞങ്ങൾ ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം തന്നെയായിരിക്കും ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്.
അതേപോലെ തന്നെ ഇന്റീരിയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ടൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിംഗ്സിലൊക്കെ ആയിക്കോട്ടെ, അതിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ആയിട്ട് അതിനൊക്കെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണല്ലോ. അതും എഗെയിൻ ഓരോ ക്ലയന്റിനും വലിയ ഒരുപാട് നല്ല ലക്ഷറി രീതിയിൽ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വേണമെന്ന് അല്ലെങ്കിൽ അത്രയും ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ അത്രയ്ക്കും ഒന്നും നോക്കുന്നില്ലാത്ത പലതരത്തിലുള്ള ക്ലയൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാവരും ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണം എന്നോ അങ്ങനെയുണ്ടോ? അതോ ആ ഒരു ഫ്രീഡം ക്ലയന്റിന് കൊടുക്കുന്നുണ്ടോ? അതായത് ഈ വീട് പണിയുമ്പോൾ അവർക്ക് ഒന്ന് അവർ ടൈല് സെലക്ട് ചെയ്യുക, അല്ലെ ക്ലോസറ്റ് വാഷ് ബേസിൻ. ടൈലൊക്കെ സെലക്ട് ചെയ്യുന്ന 100%ഉം കസ്റ്റമറുടെ പ്ലാൻ അനുസരിച്ചിട്ടും അവർ എന്താണോ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ഈ വില്ല നമ്പർ 5-ാമത്തേതിന് അവരുടെ ഫ്ലോറിംഗ് ടൈമാണ്. പറയും മാഡം വില്ല നമ്പർ 5-ന് ഫ്ലോറിന്റെ ടൈം എടുക്കാനായി നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആവശ്യമുള്ള സാധനം. ബാത്റൂമിന് ഇത്ര സ്ക്വയർ ഫീറ്റ്, ഫ്ലോറിന് ഇത്ര, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് അവിടെ നിങ്ങൾ പോയി സെലക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവരിൽ നിന്ന് ബില്ല് പേ ചെയ്തിട്ട് ഞങ്ങൾ സാധനം എടുത്തോളാം. ഇനി അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയുടെ സാധനം നിങ്ങൾക്ക് എടുക്കാം. അതായത് ഞങ്ങളുടെ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന റേറ്റിൽ കുറവാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കുറച്ച് തരും, കൂടുതലാണ് എക്സ്ട്രാ അവർ പേ ചെയ്താൽ മതി. പിന്നെ കൂടാതെ ഞങ്ങളുടെ ക്ലോസറ്റ്, വാഷ് ബേസിന് അങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്നത് എല്ലാം റോക്ക ജാഗ്വാറിൻ്റെതാണ്. അപ്പൊ റോക്ക ജാഗ്വാറിന്റെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബ്രാൻഡ് അവർക്ക് പറ്റുകയില്ല. അവർക്ക് അതിനേക്കാളും കൂടിയതോ അല്ല മറ്റേതെങ്കിലും ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ സാധനം ഇതാണ്, റോക്ക ജാഗ്വാറിന് ഇന്നാണുള്ളത്, ഇന്ന ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിനെല്ലാത്തിനകത്തും അവർക്ക് അവരുടെയാണല്ലോ താല്പര്യം വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവും. അപ്പൊ ആദ്യമേ തന്നെ അത് ഡിസൈഡ് ചെയ്ത് മുമ്പോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പം ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ കേരളത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തുണ്ട് CMR ഗ്രൂപ്പിന്. അപ്പൊ അതിലെ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതും എത്ര രൂപയുടെയാണ് വില്ലാസ്? അതായത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് വീടെന്ന് പറഞ്ഞാൽ 22 ലക്ഷം രൂപയ്ക്കാണ്. അത് കരുവഞ്ചാലാണ്, കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാലിൽ 2 ബെഡ്റൂം 2 ബാത്റൂം ഫുള്ളി ഫർണിഷ്ഡ് വീട്. കട്ടില്, ബെഡ്, ഡൈനിങ് ടേബിൾ, ഫർണിഷ്ഡ് മോഡുലാർ കിച്ചൺ, ഇതെല്ലാം അടക്കം 22 ലക്ഷം രൂപയ്ക്ക് കണ്ണൂർ കരുവഞ്ചാലി കൊടുക്കുന്നുണ്ട്. എന്നാൽ കരുവഞ്ചാല് വായാട്ടൂരും പള്ളിക്കടുത്ത് ഒരു 40 വില്ലയുടെ പ്രൊജക്ട് 35 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഫുള്ളി ഫർണിഷ്ഡ് വീടുണ്ട്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് 7 ഏക്കറിൽ 75 പ്രീമിയം വില്ലയുടെ പ്രൊജക്ട് 50 ലക്ഷം രൂപയ്ക്ക് ഫുള്ളി ഫർണിഷ്ഡ് ഉണ്ട്. എന്നാൽ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ഹൈവേയോട് ചേർന്ന് 2 ഏക്കറിൽ 60 ലക്ഷം തൊട്ട് 1.25 കോടി വരെയുള്ള ഫുള്ളി ഫർണിഷ്ഡ് വീടുകൾ അവിടെയുണ്ട്. പിന്നെ തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിനടുത്ത് 10 ഏക്കറിൽ ഒരു 85 വില്ല 32 മാസം കൊണ്ട് പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്താണ്. കണ്ണൂർ ടൗണിൽ 4 പ്രൊജക്ട് ഉണ്ട്. ഒന്ന് വരുന്നത് ചാല ടൗണിനടുത്ത് 30 വില്ലയുടെ പ്രൊജക്ട് നടക്കുന്നുണ്ട്. കാടാച്ചിറ ടൗണില് 3.5 ഏക്കറിൽ 31 പ്രീമിയം വില്ലകളുണ്ട്. 70 ലക്ഷം തൊട്ട് 1.5 കോടി വരെയാണ്. നടാൽ ഗേറ്റിനടുത്ത് പുതിയ ഹൈവേയോട് ചേർന്ന് 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് 11 പ്രീമിയം വില്ലുണ്ട്. 60 ലക്ഷം തൊട്ട് 1.25 കോടി വരെ. പിന്നെ കോഴിക്കോട് രാമനാട്ടുകരയിൽ 7 ഏക്കറിൽ 84 പ്രീമിയം വില്ലകൾ 70 ലക്ഷം തൊട്ട് 1.25 കോടി വരെ. പിന്നെ വരുന്നത് ഇവിടെ ഉണ്ട്. ഇവിടെ 3 പ്രൊജക്റ്റ് ആണുള്ളത്. ഒന്ന് ഇതിന്റെ തൊട്ട് ഫേസ് 2 ഉടനെ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൂക്കന്നൂര് 5.5 ഏക്കറിൽ 55 പ്രീമിയം വില്ലകൾ. പിന്നെ മുളന്തുരുത്തിയിൽ നിന്ന് പിറവത്തേക്ക് വന്ന ഹൈവേയോട് ചേർന്ന് 2.75 ഏക്കറിൽ 35 പ്രീമിയം വില്ലകൾ, 45 കോമൺ സൗകര്യങ്ങൾ. ചങ്ങനാശ്ശേരി വാകത്താനത്ത് 2 ഏക്കറിൽ 30 പ്രീമിയം വില്ലയുടെ പ്രൊജക്ട്. വാവ്, സൂപ്പർ. നമുക്ക് ഈ വീടൊന്ന് കാണാലോ? അത് ഓൾമോസ്റ്റ് ഇന്റീരിയർ എല്ലാം കുറച്ച് ആയിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഇതിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം? ഇത് വരുന്നത് 4 ബെഡ്റൂം 4 ബാത്റൂം ആണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം 2 ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. എല്ലാം സ്പേഷ്യസ് ആയ ബെഡ്റൂം ആണ്. പിന്നെ ഈ വീടിന് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാണുള്ളത്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ഇത് ലിവിങ്ങും ഇത് ഡൈനിങ്ങും ആണ്. ഇതിന്റെ സെന്ററിൽ നമ്മളൊരു പാർട്ടേഷൻ വരുന്നതാണ് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് TV വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ TV വെക്കാനുള്ള യൂണിറ്റ് ആണ്. TV വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു U ഷേപ്പില് സെറ്റ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഒരു ടീപ്പോയോ ആണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു വിസിബിലിറ്റി ഡൈനിങ്ങിന്റെ മാറി കിട്ടും. പിന്നെ ഇവിടെ വരുന്നത് ഇതാണ് വാഷ് ഏരിയയുടെ സ്പേസ് വരുന്നിരിക്കുന്നത്. അവിടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് വരാനുള്ള വാഷിന്റെ ബൗളാണ് വരാനുള്ളത്. ഞങ്ങളിപ്പോ ഇതിനകത്ത് ഇനി ചെയ്യാൻ ബാക്കിയുള്ള ലൈറ്റിന്റെ വർക്ക്, ക്ലോസറ്റ്, വാഷ് ബേസിന് അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ മാത്രം ഇതിനകത്ത് ബാക്കിയുണ്ട്. കാരണം നമ്മൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം കസ്റ്റമർ വന്നതിന് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന രീതി ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം, ഇത് സെക്കൻഡ്, ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. അപ്പോഴത്തെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ആദ്യം ഒന്ന് കിഡ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു കിഡ്സ് ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് കിഡ്സിന്റെ ബെഡ്റൂം. കാരണം സ്പേഷ്യസ് ആണ്. ഇതിപ്പം കിഡ്സിനല്ല, ഇപ്പം കിഡ്സ് ഒരു 3 പേർക്ക് കിടക്കാനാണെങ്കിലും കുഴപ്പമില്ല. ഇനി അപ്പനും അമ്മയ്ക്കും ഒരു 2 കുട്ടിക്കും കൂടെ കിടക്കാനുള്ള ഒരു സ്പേസ്. ഇതൊക്കെ നമ്മുടെ ഈ വിലക്കകത്ത് ഉള്ള വീടാണ്. അതായത് ഇപ്പൊ 87 lakhsനകത്ത് 7.5 സെന്റും 2000 സ്ക്വയർ ഫീറ്റ് വീടും ഈ കാണുന്ന ഫർണിച്ചറും ഇന്റീരിയറും എല്ലാം ഫ്രീ ആണ്. കൂടാതെ ഇതിനകത്ത് 55 ഇഞ്ചിന്റെ ഒരു TV ഉണ്ടാവും, ഡൈനിങ് ടേബിൾ ഉണ്ടാവും, സെറ്റി ഉണ്ടാവും, പിന്നെ അതിനുള്ള എല്ലാ സംവിധാനം, സ്റ്റൗ ഉണ്ടാവും, അങ്ങനെ എല്ലാ സംവിധാനവും ഇതിലൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വിൽപ്പന എന്നുള്ളൊരു ഒരു പർപ്പസ് അല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ഹൈറ്റിൽ തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വാർഡ്രോബ് ഇത്രയും ഹൈറ്റിൽ, ഫുൾ ലെങ്ത് ഹൈറ്റ് കൊടുത്തുകൊണ്ട് കിട്ടുന്ന ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ബാഗുകള്, പെട്ടികള്, അങ്ങനെയൊക്കെയുള്ള കുറെ നമുക്ക് വീട്ടിൽ ഒതുക്കാൻ പറ്റുകയാത്ത ചില സാധനങ്ങൾ ഉണ്ടാവും. എന്നാൽ അത് കാണുകേണ്ടാത്ത സാധനം, അങ്ങനെയുള്ള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അതിനുള്ള മിററും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വലിയ ഒരു ടോയ്ലറ്റ്, അതിനകത്തുള്ള എല്ലാ സംവിധാനവും എല്ലാം ആധുനിക രീതിയിൽ തന്നെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല സ്പേഷ്യസ് ആണല്ലോ. ആണ്, നല്ല സ്പേസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് വേണ്ടതന്നെ നല്ല സൗകര്യമാണ് വേണ്ടത്. പക്ഷെ ഇവിടെ പൊതുവിൽ കുറച്ച് കൺജഷൻ വരുന്നുണ്ട്. പിന്നെ ഒന്നു വെച്ചാൽ മറ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടേതെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണൂര് ചെയ്ത് ശീലിച്ചാണ്. അപ്പം അവിടെ സ്ഥലം കൂടുതലുണ്ട്, വീടിന്റെ വലുപ്പവും കൂടുതലുണ്ട്. അപ്പം വലുപ്പവും കൂടുതലാണ്, സ്ഥലവും കൂടുതലാണ്, വിലയും കുറവാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും തിരിഞ്ഞാണ്. ഇവിടെ വരുന്ന സ്ഥലവും ഇല്ല, വീടിന് വലുപ്പവും ഇല്ല, പക്ഷെ വിലയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, പ്രോഫിറ്റിൽ പിടിക്കാതെ ഒത്തിരി വീട് ചെയ്യുക. 1000 വീട് 2030 ചെയ്ത് തീർക്കണം എന്നുള്ളത് ഈ 2027 3 വർഷം കൊണ്ട് എന്തായി, എന്റെ ഗോൾ അച്ചീവ് ചെയ്തു. അപ്പൊ പിന്നെ എന്താവും, എനിക്ക് 2030 എത്തുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 1000 കൂടെ എത്താൻ പറ്റും. ഇതേപോലെ ഇപ്പൊ ഇങ്ങനെ വീട് ഇത്രയൊക്കെ ചെയ്തിടുന്നു, ഇത്രയും ഇന്റീരിയർ എല്ലാം ചെയ്തു, വെള്ളത്തിന്റെ കണക്ഷൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പം KSE ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും കാര്യങ്ങളും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റും അതൊക്കെ എങ്ങനെയാ, അതും പ്രോപ്പറായിട്ട് എല്ലാം? അതായത് ഓരോ പ്രൊജക്റ്റിനും നമുക്ക് KSEBിക്ക് വേണ്ടി ട്രാൻസ്ഫോമർ ഉണ്ടാവും. രണ്ടാമത് പിന്നെ വീട്ടിലെ ഫുഡ് വേസ്റ്റ്, പിന്നെ ഇൻസിഗ്നേറ്റ്, പാമ്പർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് കത്തിച്ച് കളയേണ്ട കാർഡ് ബോർഡുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം കൂടെ ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം ഓരോ പ്രൊജക്റ്റിനകത്ത്, കാരണം എല്ലാ പ്രൊജക്റ്റിനകത്ത് ഇത് വേണം. പിന്നെ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ വീടിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കെയർ ടേക്കർ അല്ലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആൾക്കാർ വന്നിട്ട് എല്ലാം ചെയ്യും. വാസ്തുവിൽ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോ നമുക്ക് ഈ എന്താ പറയാ, ചിലത് വിശ്വാസമുള്ളവർ പറയുമല്ലോ, വെള്ളത്തിന്റെ അവിടെ നിന്നും സ്റ്റൗ ഇത്രയും മാറിയിരിക്കണം, ഇന്ന ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് വേണം കുക്ക് ചെയ്യാൻ എന്നൊക്കെ. ചില ഫ്ലാറ്റുകളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ഇതിൽ അവരുടെ ആ ഒരു പ്ലാനിങ്ങിൽ ചിലപ്പോൾ എല്ലാം ഒന്നും അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വിശ്വാസമുള്ളവർ പറയും ഇന്ന ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ചില വീടുകളിലൊക്കെ അങ്ങനെയായിരിക്കും അവർ ഓൾറെഡി പണിത് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഇപ്പം സാർ ഓൾറെഡി ഈ വാസ്തുവിലൊക്കെ ഭയങ്കര വിശ്വാസം കൂടെ ഉള്ള ആളായതുകൊണ്ട് ഓരോന്നും വെക്കുമ്പോ പ്രത്യേകിച്ച് കിച്ചന്റെ ആ ഒരു പൊസിഷനിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? അതായത് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ മാഡത്തിന് എവിടെയോ ചെറിയ ക്ലൂ കിട്ടിയതുകൊണ്ടാണല്ലോ പറഞ്ഞ ഈ വെള്ളവും അടുപ്പും അടുത്തടുത്ത് വരരുതെന്ന്. എനിക്കറിയാലോ, ഇവിടെ വെള്ളത്തിന്റെ ഇത് ഡബിൾ സിങ്ക് ആണ് വരുന്നത്. അതായത് നമുക്ക് പാത്രം കൊണ്ട് ഡംപ് ചെയ്തിടാം, ഒരു സൈഡിലേക്ക് ഡംപ് ചെയ്തിടാം, എന്നിട്ട് രണ്ടാമത് വേസ്റ്റ് എടുത്തതിന് ശേഷം ഡംപ് ചെയ്തു. രണ്ടാമത് ആ ഡംപ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് വെള്ളം സ്ലോ ആക്കി സോപ്പ് ഇട്ടു, അടുത്തതിനകത്തേക്ക് ഇട്ടു. ഇട്ടതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോപ്പ് പാത്രം കംപ്ലീറ്റ് കഴുകിയത് ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് നേരെ ട്രെയിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. അതിനാണ് ഡബിൾ സിങ്ക് കൊടുക്കുന്നത്. പിന്നെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്
100% ഏറ്റവും നല്ലത് കിച്ചൺ കൊടുക്കുന്നത് ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റിലേക്ക് ഫേസ് അത് ചെയ്യുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു വീട് കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ആ ഗിഫ്റ്റ് മോശമാണ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും അതൊരു നാണക്കേടാണ്. അതെ ശരിയല്ലേ? അതെ. എന്ന് പറഞ്ഞാൽ ഈ വീട് എന്നുവെച്ചാൽ എല്ലാ വീടും ഇവിടെ വരുന്നത് കംപ്ലീറ്റ് കിഴക്കോട്ടാണ്. ഈ വീട് കറക്റ്റ് അടുപ്പ് കത്തിക്കുന്നത് കൃത്യം കിഴക്കോട്ടാണ്. കിഴക്കോട്ടാണ്. അത് കിഴക്കെന്ന് പറഞ്ഞാൽ 100% കിഴക്കോട്ടാണ്. ഉം. പിന്നെ ഇതിന്റെ ചിമ്മിനി പുക ഇത് പോകുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് ചിലര് ചോദിക്കും, ഇപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് വയ്ക്കും എന്നാ തെക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഭക്ഷണം വേകുകയല്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതെന്നാ വെച്ചാൽ ചില കാറ്റിന്റെ ദിശയും മറ്റു പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ഈ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്മെല്ല് വീടിനുള്ളിൽ കൂടെ ഒക്കെ അടിച്ച് കൂടും. അതൊക്കെയാണ് ഒരു പരിധിയിലുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ കൂടുതൽ ഞാൻ ഈ വാസ്തുവിനെ പറ്റിയിട്ട് പറയുന്നില്ല. പക്ഷെ ഓക്കെ. എന്നതാണേലും ഈ നമ്മൾ ചെയ്യുന്ന ഈ വീടിന്റെ ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. CMR 85 lakhsന് അല്ല 87 lakhsന് 7.5 സെന്റും 2000 സ്ക്വയർ ഫീറ്റ് വീടും കൂടെ നമ്മൾ ചെയ്തു തരുമ്പം ഇതേപോലെ ഇന്റീരിയർ, ഇതേപോലെ ഫുള്ളി ഫർണിഷ്ഡ് മോഡുലാർ കിച്ചണ്, കുക്കിംഗ് റേഞ്ച്, ഇലക്ട്രിക് ചിമ്മിനി, ഇതെല്ലാം നമ്മൾ ചെയ്തു തരിക എന്ന് പറയുന്നത് ഒരു നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ആണ് ചെയ്തു കൊടുക്കുന്നത്. അത് വീട് കംപ്ലീറ്റ് ആ സെന്റ് ചിലര് ഭിത്തിയോട് ചേർത്ത് വെച്ച പോലെ വീട് വെക്കും. ഇതങ്ങനെയല്ല. അത്യാവശ്യം നമുക്ക് ഒരു മിറ്റവും പറമ്പും എന്നുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം ബാക്കിലേക്കും ആ ഒരു ചെറിയ സ്പേസ് അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാല് ഇപ്പൊ ഈ സ്ഥലം കുറവായതുകൊണ്ട് ഇപ്പം വീട്ടിൽ വരുന്ന പേരൻസ് അവർക്ക് പയറ് നടണം, പാവൽ നടണം, വെണ്ട നടണം, ചീര നടണം. അപ്പൊ അതിനെന്താ ഈ 4 സൈഡിൽ ഒരു 1.5 അടി വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കട്ട വെച്ച് കെട്ടിയിട്ട് ഒരു 1.5 ഹൈറ്റിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ അതിനവിടെ മുഴുവനും പേർക്ക് പച്ചക്കറി നടാനുള്ള ഓപ്ഷൻ, അതായത് ഇതിന്റെ 3 സൈഡും കൃഷി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ വീടിനും ഉണ്ട്. പക്ഷെ എന്താവും, അവർക്ക് ആവശ്യമുള്ളതിൽ അധികം സാധനം ഇതിനകത്ത് വിളവെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വീട് വെക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫ്രണ്ടിലേക്ക് മാക്സിമം സ്പേസ് കൊടുക്കും. മറ്റു ഇപ്പൊ ഈ വീട് വന്നിരിക്കുന്നത് ഇതിന്റെ ആ സൈഡിലേക്ക് നമ്മൾ സ്പേസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 3 കാറ് പാർക്ക് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് 3 കാറ് പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട് ചെയ്തിരിക്കുന്നത് ബാക്കി സ്ഥലത്താണ്. അപ്പൊ നമ്മൾ അങ്ങനെ മേളിലേക്ക് വന്നു, മേളത്തെ ഫ്ലോറിലേക്ക് എത്തി. ഇവിടെയും 2 റൂംസ് തന്നെ. ഇവിടെ വരുന്നത് 2 ബെഡ്റൂം 2 ബാത്റൂം ആണ്. അത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. എന്നാൽ ഇതൊരു കോമൺ ആയിട്ടാണ് കൊടുത്തത്. ഇതൊരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പർപ്പസ് ചെയ്യാം. എന്നിട്ട് അതിന് സെപ്പറേറ്റ് നമ്മൾ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റും എന്ന് പറയുന്നത് ഇവിടുത്തെ രാജകീയമാണ്, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ ബെഡ്റൂമിനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ബാൽക്കണിയും കൂടി ഇതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതും ഫർണിച്ചർ ആയിട്ട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ ഒരു അത്യാവശ്യമുള്ള ഒരു ബാൽക്കണി ഉണ്ട്, നല്ല കാറ്റാണ്, അപ്പൊ സ്പേസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഇതിനകത്താണെങ്കിൽ നമ്മള് കബോർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് ബെഡിന്റെ സംവിധാനം ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ആക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. കുഴപ്പമില്ല. മറ്റേ ഇത് ഒരു നോർമൽ യൂട്ടിലിറ്റി. ഇതൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഉണ്ട്. എന്നാല് ഇത് നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെ ഹോം തിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ തൊട്ട് പുറത്ത് നമുക്കൊരു വലിയ ബാൽക്കണി ഉണ്ട്, വലിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാത്തിനും ഈ ഇതുപോലെ തന്നെ ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ പ്ലാനിങ്ങില്? അതായത് ഇവിടെയുള്ള 35 വീടും 32 വീടും 32 ക്ലയന്റിന്റെ വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിന് മാറ്റം. കാരണം ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് 100% കിഴക്കോട്ടാണ്. അപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഇതിന് തൊട്ട് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഫ്ലോട്ട് നമ്പർ 7, ഫ്ലോട്ട് നമ്പർ 9, ഫ്ലോട്ട് നമ്പർ 11. ഈ 3 ഫ്ലോട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടായിട്ട് ഒരാൾ എടുത്തതാണ്. അപ്പം വീടുകളുടെ എണ്ണം കുറയും. കാരണം കുറെ വീടുകൾ ഇതിനകത്ത് കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആണ് വരുന്നത്. ഇനി ഞാൻ ഇപ്പം സാറായിട്ട് സംസാരിച്ചപ്പോ ഇത്രയും പ്രൊജക്ടിന്റെ കാര്യങ്ങളും നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം. മിക്കതിലും കാണുന്നത് ഇങ്ങനെ MDമാരൊന്നും ഇങ്ങനെ പ്രൊജക്ടിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിന്റെ കൂടെ ഇങ്ങനെ എല്ലാ സൈറ്റിലും ഫുൾ ടൈം ഇങ്ങനെ വിസിറ്റ് ചെയ്യുക, അവിടെ പ്രസന്റ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അധികം നമ്മളങ്ങനെ കാണാറും കൂടി ഇല്ല. അങ്ങനെയുള്ളപ്പോ ഇത്രയും പ്രൊജക്ടുകൾ ഒരേ സമയത്ത് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സാർ എല്ലായിടത്തും ഇങ്ങനെ ഒരുമിച്ച് ഒരേപോലെ എത്തിപ്പെടാൻ എങ്ങനെയാ പറ്റുന്നത്? ഇവിടെ ബിൽഡർമാരുടെ പരാജയം എന്ന് പറയുന്നത് എന്റെ ഇതിൽ നോക്കുമ്പോൾ
ശരിക്ക് ഓണർമാർ സൈറ്റിൽ ഇറങ്ങി നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ അതായത് പ്രവർത്തനം കുറേയും കൂടെ സ്പീഡിൽ നടക്കും. ഇപ്പൊ ഞാൻ രാവിലെ അവിടെ നിന്ന് ഇപ്പൊ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയി വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചതിന് ശേഷം ഫസ്റ്റിലെ വായാട്ടുപറമ്പ് സൈറ്റ് ഉണ്ട്, ഒരു 40 വില്ലയുടെ പ്രൊജക്ട്. അത് കഴിഞ്ഞ് കാഞ്ഞിരങ്ങാട് സെക്കൻഡ് പ്രൊജക്ട് ഉണ്ട്. കാഞ്ഞിരങ്ങാട് പ്രൊജക്ടിനകത്ത് 20 വില്ലയാണ്. പിന്നെ പരിയാരത്ത് 75 വില്ലയുടെ പ്രൊജക്റ്റാണ്. നേരെ അവിടെ നിന്ന് കയറി നേരെ കണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ കണ്ണൂർ 4 പ്രൊജക്ട് ഉണ്ട്. ഈ 4 പ്രൊജക്ടിന് രാവിലെ പോകുന്നതുകൊണ്ട് ഞാൻ മാക്സിമം 12 മണിക്ക് മുമ്പ് എല്ലാ സൈറ്റിലും കയറി. സൈറ്റിൽ കയറിയിട്ട് അവിടെ വർക്ക് നടക്കുന്നിടത്ത് എല്ലായിടത്തും കയറി അതിന്റെ കറക്റ്റ് എൻ്റെ കൂടെ ടീം ലീഡേഴ്സും ഉണ്ടാവും. ആ സൈറ്റിന്റെ ഇൻചാർജ് ഞാൻ ചെല്ലുന്ന കറക്റ്റ് ടൈം പറഞ്ഞു ഞാനും അവരും കൂടെ കയറിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അന്നേരം തീരുമാനം എടുത്തു. ആ തീരുമാനമായിട്ട് പോകുന്നു. അത് അന്നേരം തന്നെ അതായത് ഇന്നൊരു തീരുമാനം എടുത്തു. ഇപ്പൊ എടുക്കുന്ന തീരുമാനം ഇന്ന് വൈകിട്ട് സ്റ്റാഫ് വീട്ടിൽ പോകുന്നതിനിപ്പുറം അത് അവിടെ ഞങ്ങള് ചാലുവാക്കി. അതിനപ്പുറം പിന്നെ ഒത്തിരി ആലോചനകളില്ല. തീരുമാനം എടുക്കുന്ന എന്ത് തീരുമാനമോ ആ തീരുമാനം പോസിറ്റീവിലേക്ക് മാറ്റിക്കാനേ ഉള്ളൂ. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവരുടെ ഓരോ ഡിസിഷൻസും. ഇനി ഈ ഒരു കാണുന്ന സ്പേസ് എഗെയിൻ ഇത് അവർക്ക് തുണി വിരിച്ചിടാനായിട്ടോ അല്ലെങ്കിൽ അയണിങ് ഏരിയ ആയിട്ടോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വെച്ചിരിക്കുകയാണ്. നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം എല്ലാ ഇതുമുണ്ട്, മെയിൻ റോഡും അടുത്ത് അല്ലേ. ഇതിനകത്ത് ഇതും ഇപ്പൊ ഓൾമോസ്റ്റ് ഏകദേശം പണി കഴിഞ്ഞ് നിൽക്കുന്നല്ലേ? ഇത് സോൾഡ് ഔട്ട് ആണോ ഓൾറെഡി? അല്ല, ഇത് നമുക്ക് ഇനി വിൽക്കാൻ ബാക്കിയുള്ള വീടാണ്. ഇത് വരുന്നത് 13.64 സെന്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് വീടുമാണുള്ളത്. അതായത് ഈ പ്രൊജക്റ്റിലെ ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ, അതായത് 2 ഫ്ലോട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കിഴക്കോട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂമും 5 ബാത്റൂമും അറ്റാച്ച് ഉണ്ട്. അങ്ങനത്തെ സ്പേഷ്യസ് ആണ്. ലിവിങ്, ഡൈനിങ്, സെർവന്റ് റൂം, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടും ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ കഴിഞ്ഞു. അതിന്റെ പുട്ടിവർക്കും പെയിന്റിങ്ങും ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരേണ്ടത് ഫ്ലോറിങ്ങും വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെയാണ് വരേണ്ടത്. അത് ഇപ്പം വരുന്ന കസ്റ്റമർ ആരോ ആണോ ആ കസ്റ്റമറിന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിന് വരുന്ന 1,35,00,000 രൂപയാണ് വില വരുന്നത്. കൂടാതെ നമ്മളിപ്പോ ഇത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ചെയ്തൊക്കെ കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു വീടെല്ലാം റെഡിയാക്കി കൊടുക്കുമ്പം അതിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി അതെങ്ങനെയാ, എത്രയാ? അതായത് റെറയുടെ നിയമപ്രകാരം എല്ലാ വില്ലകൾക്കും ബിൽഡർ ചെയ്തു കൊടുക്കാൻ 5 ഇയർ ഗ്യാരണ്ടി വേണം. അതായത് സ്ട്രക്ചറിന് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്, മെയിൻ സ്ലാബിന് ലീക്ക് വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വീട് ഇരുന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വീടാണല്ലോ ഇത്, നമ്മൾ മനുഷ്യനാകുമ്പോൾ പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും കസ്റ്റമറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? അപ്പൊ അത് അവർക്ക് നമ്മൾ പണിത് കൊടുത്ത വീടാണെങ്കിൽ അതിന് വരുന്ന പരിഹാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളത് ബ്രെയിനിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിസ്സാര പരിഹാരമേ കാണുള്ളൂ. അത് ഇന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. നമുക്കത് ചെയ്തു കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് വീടിന്റെ സ്ട്രക്ചറിന് 5 ഇയർ വാറണ്ടി ഉണ്ട്. ക്ലോസറ്റ്, വാഷ് ബേസിന്, ടാപ്പ് ഐറ്റംസ്, വയറിങ്, കേബിള്, സ്വിച്ചസിനൊക്കെ 10 ഇയർ വരെയും വാറണ്ടി ഉണ്ട്. അതിനൊക്കെ വാറണ്ടി CMR കൊടുക്കേണ്ട. റോക്കയാണെങ്കിൽ റോക്കയുടെ കമ്പനിക്കാർ ആ വീടിന് വില്ല നമ്പർ 1 ആണെങ്കിൽ അതിന്റെ ഗ്യാരണ്ടി പേപ്പർ അതിന്റെ മെറ്റീരിയൽ തരും. പിന്നെ സ്വിച്ചസിനാണെങ്കിൽ എന്താകും, സ്വിച്ചിനകത്താണെങ്കിലും എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഉള്ളിൽ ക്ലാവ് കയറിയിട്ട് ചില മൈന്യൂട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്താകും, അതിന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ആ സ്വിച്ച് അവർ റീപ്ലേസ് ചെയ്തിട്ട് മാറ്റി തരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വലിയ ഇതുമില്ല. എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇങ്ങനെ ഓരോരുത്തർ ഇപ്പം ഇവിടെയും കൂടുതലും വെളിനാട്ടിൽ നിന്നുള്ളവരാണ് ബുക്കിംഗ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ടു, സ്ഥലം കണ്ടു, അവർക്ക് പെട്ടെന്നൊരു ചിലപ്പം ഓക്കെ എനിക്ക് ഈ അങ്കമാലി ഇവിടെ പെട്ടെന്ന് ഇവിടെ എനിക്ക് പറ്റുന്ന ലൊക്കേഷനാണ് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് എഗ്രിമെന്റ് ആയി ഒരു 30 lakhsോളം, ഇപ്പൊ ഒരു 60 ലക്ഷത്തിന്റെ വീടാണെങ്കിൽ അതിന്റെ ഒരു ഹാഫ് പേയ്മെന്റ് അവർ ചെയ്തു എന്ന് വെക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നോ, അല്ലെങ്കിൽ അവർ ഈ ഒരു പ്ലാൻ വിട്ടു, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവർക്ക് പോകണം തോന്നി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ റിയാലിറ്റിയിൽ വരാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നിങ്ങൾ തന്ന പൈസ തിരിച്ചു കൊടുക്കുവോ? അതിനകത്തുള്ള അതൊന്ന് ക്ലിയർ ചെയ്യാമോ? അത് ഇപ്പൊ ഇവിടെ മാഡം ഒരു വീട് എടുത്തതിന് ശേഷം 60 ലക്ഷത്തിന്റെ എടുത്തു, എന്റെ ഈ 30 ലക്ഷം തന്നു. ഞാൻ ഈ വീടിന്റെ പണി ഏറെക്കുറെ ഒരു 60% പൂർത്തിയായി. അന്നേരമാണ് മാഡം പറയുന്നത് സോറി
എനിക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ആ. നമ്മൾ അങ്ങനെ, അതായത് 100% ആ സംസാരിക്കുന്ന ടോൺ എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്നൊരു വേദനയോട് കൂടിയിട്ട്, ഒരു സങ്കടത്തോട് കൂടിയിട്ടാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും. ഒരിക്കലും അത് ഹാപ്പി ആയിട്ടായിരിക്കുമല്ലോ പറയുന്നത്. പറയും. അപ്പൊ നമുക്ക് എന്താവും, നിങ്ങൾ പറയുന്ന അതേ വേദന ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അത് പറയും, മാഡം ടെൻഷൻ അടിക്കേണ്ട, ഒന്നും കൂടെ ഒരു 2, 3, 4 മാസം കൂടെ ഞാൻ ടൈം തരാം. ഇനിയിപ്പം ബാക്കി 30 ലക്ഷം തരാൻ എൻ്റെ പൈസ ഇല്ലെന്ന് കൂട്ടിക്കും, ഞാൻ അതിനൊരു തവണകളായിട്ട് തരാം. ഓ. ഒന്നെങ്കിൽ തവണകളായിട്ട് മാഡത്തിന് തരാൻ പറ്റുന്ന ഒരു ടൈം, ഒരു 6 months 1 year ടൈം വേണം, ഞാൻ ആ ടൈം അറേഞ്ച് ചെയ്യാം. ഒന്നെങ്കിൽ അത്. ഇനി അതുകൊണ്ടും പറ്റിയാലും മാഡത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന പൈസ എത്രയാണോ അത്രയും രൂപ ഞാൻ തിരിച്ചു തരും. പക്ഷെ തിരിച്ചു തരുന്നത് ഇന്നല്ല, ആ വീടിന്റെ പണി ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ബാക്കി ഫണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ഞാൻ ഈ വീടിന്റെ പണി പൂർത്തിയാക്കി ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, അടുത്ത കസ്റ്റമർ വരും പറയും ഇതുപോലൊരു കസ്റ്റമർ എടുത്തായിരുന്നു, അവരെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്, അപ്പോൾ ഈ വീട് ഞങ്ങൾ കൊടുക്കുവാണ്. ആദ്യമേ പ്രിഫറൻസിൽ വരുന്നയാൾക്ക് ഈ വീട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് കസ്റ്റമർ 2 പേരെയും കൂടെ, ഫസ്റ്റ് കസ്റ്റമറെയും സെക്കൻഡ് കസ്റ്റമറെയും കണക്ട് ചെയ്യും. അപ്പോൾ അവർ തരുന്ന പേയ്മെന്റ് കസ്റ്റമറിന് നേരെ എന്ത് ചെയ്യും, കണക്ക്. കാരണം ഇപ്പൊ ഓരോ വീടിന്റെ മുമ്പിൽ അവരുടെ പേരും ഓരോരുത്തരുടെ ഫ്ലോട്ട് നമ്പർ 5 അല്ല കസ്റ്റമറിന്റെ പേര് ബുക്ക് ചെയ്ത് വെച്ചിരിക്കാറ്. അപ്പൊ ആ ബുക്ക് ചെയ്തിരിക്കാൻ പറയും, ഇത് വരും സാറേ, ഞാൻ ഇങ്ങനെ രമ്യ എന്ന് പറഞ്ഞ ഒരാൾക്ക് വീട് വിറ്റതാണ്, അപ്പൊ അവർക്കത് ഫണ്ട് പറ്റിയല്ലാത്തത് കൊണ്ട് ഞങ്ങള് മറ്റൊരാൾക്ക് കൊടുക്കണം. അപ്പം അവർക്ക് ചിലപ്പം ഈ കസ്റ്റമറിന്റെ നമ്പർ വേണ്ടി വരും. അത് സംസാരിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെറ്റിൽ ആക്കി കൊടുക്കും. മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. പക്ഷെ വീടെടുത്തവർ, ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുകയില്ല. പക്ഷെ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യണം. എനിക്ക് ഈ പ്രൊജക്ട്, ഈ വീട് മറ്റൊരാൾക്ക് വിൽക്കണം. എത്രയും പെട്ടെന്ന് അവരെ സ്പോട്ടിൽ തന്നെ അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആയിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു വില്ല പ്രൊജക്റ്റിലേക്ക് വരുമ്പം കോമൺ ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുക, മൊത്തത്തിൽ ഇതിനകത്തെ വേസ്റ്റ് മാനേജ്മെന്റ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കെയർ ടേക്കർ ഉണ്ടെങ്കിലും പൊതുവെ സാറിന്റെ എല്ലാ പ്രൊജക്റ്റുകളിലും ഗ്രൗണ്ട് സ്റ്റാഫ് എത്ര പേരുണ്ടാവും ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ? ഈ ഞങ്ങളുടെ ഈ വർക്ക്, ഇതിന്റെ പണി പൂർത്തിയായതിനു ശേഷമാണോ? ഒന്ന്, ഒരു കെയർ ടേക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വില്ല പ്രൊജക്റ്റിനും 24 hours അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു കെയർ ടേക്കറെ വെക്കാറില്ല. കാരണം അവരുടെ വീട്ടിലത്തെ രാവിലെ വന്ന് അവരുടെ വീട്ടിലെ വേസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടി, ഇപ്പൊ ഈ 32 വീട്ടിലെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ മാക്സിമം അവർക്ക് ഒരു 1 മണിക്കൂറത്തെ വർക്കേ ഉള്ളൂ. അവർ വന്നു, അവർ ട്രോളിക്കകത്ത് ഒരു ട്രോളിയും കൊണ്ട് വന്നു, ആ ഓരോ വീട്ടിലെ വേസ്റ്റ് അവർ ആ വീടിന്റെ സൈഡിലുണ്ടാവും, അത് നേരെ ഇതിനകത്തേക്ക് ഡംപ് ചെയ്തു അവർ കൊണ്ടുപോയിട്ട് കത്തിക്കാനുള്ളത് കത്തിച്ച് തിരിച്ചു അവരുടെ വർക്ക് കഴിഞ്ഞ് അവർ പോയി. പിന്നെ ഉള്ളത് ഫുൾ ടൈം സെക്യൂരിറ്റി ആണുള്ളത്. പിന്നെ സെക്യൂരിറ്റി ആയിരിക്കും നോക്കുന്നത്. അപ്പം ഫുൾ ടൈം പിന്നെ വരുന്നത് ഇതേ കെയർ ടേക്കർ തന്നെയായിരിക്കും ഈ വീടിന്റെ ഔട്ട് സൈഡും ചുറ്റോട്ടും വൃത്തിയാക്കേണ്ടത്. അപ്പോൾ എന്താവും, ഇവരുടെ കയ്യിൽ നിന്ന് ഒരു 500 എക്സ്ട്രാ മേടിക്കുന്നതിനകത്ത് ഈ കെയർ ടേക്കറേയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഇതേപോലെ ഈ ഒരു സെയിം സിസ്റ്റത്തിലൂടെ തന്നെയാണ് എല്ലാം പ്രൊജക്ട് ചെയ്തു വന്നത് കൊണ്ട് പെട്ടെന്ന് ആ പാറ്റേൺ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ കുറെ കൂടി എളുപ്പമാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഒന്നും കൂടെ ചോദിച്ചോട്ടെ സാർ, ഈ ഒരു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവരാണോ അതോ വെളിനാട്ടിൽ നിന്നുള്ളവരാണോ കൂടുതലും? എവിടെ നിന്നൊക്കെ ഉള്ളവരാ വാങ്ങിയേക്കുന്നത്? ഇപ്പൊ ഇതിനകത്ത് എടുത്തിരിക്കുന്ന 4ാമത്തെ വില്ലയും 5ാമത്തെ വില്ലയും എടുത്തിരിക്കുന്നത് US-ലുള്ളവരാണ്. പിന്നെ 8ാമത്തേതുള്ളത് നാട്ടിലത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12ാമത്തേത് എടുത്തിരിക്കുന്നത് UK-ലുള്ള ആളാണ്. അതുപോലെ തന്നെ 15ാമത്തേത് എടുത്തിരിക്കുന്നത് ബഹറിനുള്ളതാണ്. പിന്നെ ഈ 5, 7, 9 പുള്ളി ദുബായില് IT ബിസിനസ് ചെയ്യുന്ന ആളാണ്. പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്നത് 17, 18, 19 20ാമത്തെ എടുത്തിരിക്കുന്നത് കുവൈറ്റുകാരനാണ്. 19 എടുത്തിരിക്കുന്നത് UK ആണ്. അതുപോലെ തന്നെ 18 എടുത്തിരിക്കുന്നതും UK ആണ്. പിന്നെ 22ാമത്തേത് എടുത്തിരിക്കുന്നത് ദുബായ് ആണ്. 23 എടുത്തിരിക്കുന്നത് ഖത്തറാണ്. 24 എടുത്തിരിക്കുന്നത് ഡൽഹിയിലുള്ള ഒരു ഫാമിലിയാണുള്ളത്. എല്ലാം ക്ലിയർ ആണ്. ഈശ്വര, എത്ര പ്രൊജക്ടുകളാണ് ഉള്ളത് ഓൾറെഡി റണ്ണിങ് തന്നെ. ഇപ്പൊ പണി നടക്കുന്ന 400, 600 എന്തോ ഉണ്ട്. അത്രയും സ്ഥലത്തും ഓരോ പ്ലോട്ട് ആരൊക്കെ വാങ്ങിയെന്ന് വരെ ചോദിക്കുമ്പോ ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു MD ആ പ്രൊജക്ടിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, അതുമായിട്ട് എത്രത്തോളം ഇദ്ദേഹം മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നു തന്റെ പ്രൊജക്ട് എന്ന് കാണിക്കുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ CMR
വില്ല പ്രൊജക്ട് ഒരു വടക്കോട്ടാണ് ഇവരുടെ പ്രൊജക്ടുകളും കാര്യങ്ങളും എല്ലാം കൂടുതൽ. പക്ഷെ ഇതേ വന്ന് ഇപ്പൊ എറണാകുളം കോട്ടയം ഏരിയയിലേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ നമുക്കും എല്ലാവർക്കും നമ്മുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം അത് നമുക്ക് സാക്ഷാത്കരിക്കാം. വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ട പോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നല്ല വീടുകൾ എല്ലാ ഫെസിലിറ്റിയോട് കൂടിയും അതും മെയിൻ റോഡിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് അത് ആ ഒരു സ്വപ്നം നമുക്ക് പൂവണിയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഗ്രൂപ്പാണ് CMR വില്ല പ്രോജക്ട്. അപ്പോ എല്ലാവിധ ഭാവങ്ങളും സാറിനും നേരുന്നു. മുന്നോട്ട് ഇപ്പൊ തന്നെ 1000 വീടുകൾ കംപ്ലീഷനിലേക്ക് എത്താൻ പോകുന്നു. ഉടനെ തന്നെ അടുത്ത 1000 മനസ്സിലേക്ക് കാണുന്നു. അതെല്ലാം വളരെ സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്.